നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എക്സാമിന് ഷുവറായിട്ടും വരുന്നൊരു ടോപ്പിക്കാണ്. മക്കളെ, ഇത് പഠിക്കാണ്ട് നിങ്ങൾ എക്സാമിനേക്ക് പോവല്ലേ, കാരണം 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇത് ഷുവറാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓൺ ദ ഇക്വിറ്റോറിയൽ ലൈൻ ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇക്വിറ്റോറിയൽ ലൈനിൽ വരുന്ന ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമ്മളിവിടെ ഡെറിവൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഡൈപോൾ വരയ്ക്കുന്നു. ഡൈപോളിൽ -q ആൻഡ് +q ചാർജസ് ആണ് ഉണ്ടാവാൻ. ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ചാർജസ് ആണ് ഡൈപോളിൽ ഉണ്ടാവുക. ആൻഡ് നമ്മൾ പോയിൻ്റ് A-B ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത് 2a ആണ്. അതിൻ്റെ ഒരു മീഡിയം പോയിൻ്റ് ഉണ്ട്, നമ്മളതിനെ A വെച്ച് മാർക്ക് ചെയ്യുന്നു ഡിവൈഡ് ചെയ്തിട്ട്. ഇനി നമ്മളെ പോയിൻ്റ് വരുന്നത് ഇക്വിറ്റോറിയലിലാണ്, അതായത് പെർപെൻഡിക്കുലർ ആക്സിസിൽ. അപ്പം നമ്മളതിനെ P എന്നുള്ളൊരു പോയിൻ്റ് വെച്ച് മാർക്ക് ചെയ്യുന്നു. നമ്മൾ എയും ബിയും പിയും കൂടി ജോയിൻ ചെയ്യുന്നു. പിന്ന് നമ്മൾ ഡൈപോളിൻ്റെ മീഡിയം പോയിൻറ്റിലേക്കൊരു വരക്കുന്നു. അത് നമുക്ക് ഡിസ്റ്റൻസ് 6 ആയിട്ട് എടുക്കാം. ആൻഡ് നമ്മൾ എയും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് x ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്യുന്നു. ആൻഡ് അവിടെ ഒരു തീറ്റ എന്ന് പറഞ്ഞ ആംഗിളും കൂടി PABയും PBAയും തീറ്റ എന്ന് പറഞ്ഞ ആംഗിളായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇനി E1 എന്ന് പറയുന്നത് നമ്മുടെ +q എക്സേർട്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് പിൻ്റെ മേലിൽ. അത് ഔട്ട്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും, ബിക്കോസ് അതൊരു പോസിറ്റീവ് ചാർജാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി E2 എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവ് ചാർജ് അപ്ലൈ ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. സോ അത് ഇൻവേർഡ് ഡയറക്ഷൻ ആയിരിക്കും. നമ്മളതിനെ അതിൻ്റെ ഒരു ലൈന് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതിൻ്റെ പെർപെൻഡിക്കുലറായിട്ട് ലൈന് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് തീറ്റ എന്നുള്ള ഒരു ആംഗിളായിട്ട് അതിനെ മാറ്റാം. ഇനി നമുക്ക് മാത്തമാറ്റിക്സിൽ എല്ലാവർക്കും അറിയുന്ന ഒരു ഇക്വേഷൻസ് ആണ് ഹൈപ്പോട്ടനസ്. നമ്മളൊരു ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ ഈക്വൽ ടു അതിൻ്റെ ആഡ്ജസൻറ്റ് സൈഡിൻ്റെ സ്ക്വയർ പ്ലസ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ സ്ക്വയർ. ഇത് പൈത്തഗോറസ് തിയറാണ്. നമുക്കിവിടെ ആകുമ്പോൾ അതെങ്ങനെ വരാണ്, x² ഈക്വൽ ടു ആഡ്ജസൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ a² + r² എന്നുള്ള രീതിയിലേക്ക് വരും. x ഈക്വൽ ടു √a² + r². ഇനി നമുക്ക് നെക്സ്റ്റ് വേറൊരു ഇക്വേഷൻ ഉണ്ട്. ആണ് cos θ ഈക്വൽ ടു ആഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കേസിൽ നമുക്ക് അത് ആഡ്ജസൻറ്റ് എന്ന് പറയുന്നത് a ആണ്, ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് x ആണ്. അപ്പോൾ നമുക്ക് cos θ ഈക്വൽ ടു a/x എന്നുള്ള രീതിയിൽ കൊടുക്കാം. ഈ 2 ഇക്വേഷനും നമ്മളിവിടെ ഡിറൈവ് ചെയ്യുന്നുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ അടുത്ത ഡെറിവേഷൻ വരുന്നത്. നമ്മളിവിടെ a/xന് പകരം a/a² + r² ⁻² കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കറിയാം E1 ഈക്വൽ ടു 1/4πε0 q/x² ആണ്. കാരണം x ആണ് എൻ്റെയും പിൻ്റെയും ഇടയിൽ ഡിസ്റ്റൻസ്. E1 എന്താണ്, പോസിറ്റീവ് ചാർജ് എക്സേർട്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. E1 x വരുന്നത് ബിയും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് x വരുന്നത്. ഇനി ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മളിവിടെ E1 കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് E1 വിത്ത് ഡയറക്ഷൻ കൊടുക്കാം. E1 ഈക്വൽ ടു 1/4πε0 q/a² + r² along the direction BP. അങ്ങനെ നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ കൂടി വരുന്ന രീതിയിൽ നമ്മളതിനെ മാറ്റി എഴുതിയിട്ടുണ്ട്. അതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 കൊടുക്കാം. ഇനി അടുത്ത് നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത് E2 ആണ്. E2 എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക് ഡൈപോളിലെ -q പിയിൽ എക്സേർട്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. അപ്പോൾ E2 എന്ന് പറയുന്നത് 1/4πε0 q/x². x ആണല്ലോ നമ്മുടെ എൻ്റെയും പിൻ്റെയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. നമ്മളതിന് ഇക്വേഷൻ നമ്പർ 3 കൊടുക്കുന്നു. ഇനി ഇപ്പോൾ നമ്മൾ E2 കൊടുത്തത് അതിൻ്റെ വെറും മാഗ്നിറ്റ്യൂഡാണ്. നമ്മളതിൻ്റെ ഡിസ്റ്റൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. E2 ഈക്വൽ ടു 1/4πε0 q/a² + r² along the direction. മക്കൾ എങ്ങനെയാണ് ഡയറക്ഷൻ വരുന്നത്, PA ആണ്. എന്താടാ, PA. അപ്പോൾ നമ്മൾ 1/4πε0 q/a² + r² along the direction PA എന്ന് കൊടുക്കുന്നു. ഇനി നമുക്കറിയില്ലേടാ
E1ൻ്റെ മാഗ്നിറ്റ്യൂഡും E2ൻ്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണെന്ന്. അപ്പോൾ നമുക്കതിന് E1 എന്ന് മാത്രമാക്കി കൊടുത്തൂടെ. ആൻഡ് നമ്മളതിന് ഇക്വേഷൻ നമ്പർ 5 എന്നും കൂടി കൊടുക്കുന്നു. ഇനി E1ൻ്റെയും E2ൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയതുകൊണ്ട് നമ്മളതിന് E എന്നുള്ള രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ E1ഉം E2ഉം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അത് മാത്രമായിട്ട് വരയ്ക്കുകയാണ്. E1 എന്നുള്ളതും E2 എന്നുള്ളതും. ഇനി നമ്മളതിനെ E1 സൈൻ തീറ്റ ആയിട്ടും E2 സൈൻ തീറ്റ ആയിട്ടും മാറ്റി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ E1 കോസ് തീറ്റയും E2 കോസ് തീറ്റയും വരുന്നത് ആ മിഡിലുള്ള ലൈനും പിന്നെ E1 സൈൻ തീറ്റയും E2 സൈൻ തീറ്റയും വരുന്നത് ആ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലൈനുമാണ്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം അല്ലേടാ. അപ്പോൾ അത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്തൂടെ. അങ്ങനെ E1 സൈൻ തീറ്റയും E2 സൈൻ തീറ്റയും നമുക്ക് എന്തൊക്കാം ക്യാൻസൽ ചെയ്യാം അല്ലേ. അങ്ങനെയാകുമ്പോൾ E1 ഈക്വൽ ടു E1 കോസ് തീറ്റ പ്ലസ് E2 കോസ് തീറ്റ നമുക്ക് കൊടുത്തുകൂടെ. കാരണം E1 സൈൻ തീറ്റയും E2 സൈൻ തീറ്റയും നമുക്കിപ്പോൾ ഇല്ല. അപ്പോൾ E1ഉം E2ഉം സെയിം ആകുന്ന സമയത്ത് നമുക്ക് 2E1 കോസ് തീറ്റ എന്ന് കൊടുത്തുകൂടെടാ. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഇക്വേഷൻ നമ്പർ 7 എന്ന് കൊടുക്കാം. ഇവിടെ E ഈക്വൽ ടു 2E1 കോസ് തീറ്റ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനിയാണ് E ഈക്വൽ ടു 1/4πε0. E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 1/4πε0 Q/A² + R² ഹോൾ റേസ് ടു 1/2 ഇൻറ്റു 2 വരുമ്പോൾ നമുക്കത് A² + R² എന്ന് മാത്രമായിട്ട് കൊടുക്കാം. ഇനി ഇൻറ്റു 2E1 ഇവിടെ ആയി. ഇനി കോസ് തീറ്റ എന്താ നമ്മൾ മുന്നേ ഇത് ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആഡ്ജസൻറ്റ് പ്ലസ് ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് A² + R² ഹോൾ റേസ് ടു 1/2. നമ്മളതിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. A ഡിവൈഡഡ് ബൈ A² + R² ഹോൾ റേസ് ടു 1/2. ഇനി നമുക്കത് ഒരുമിച്ച് എഴുതാം. നമുക്കത് ഇക്വേഷൻ നമ്പർ 8 ആയിട്ട് കൊടുക്കാം. ഇനി നമുക്കത് ഒരുമിച്ച് എഴുതാം അല്ലേ. അപ്പോൾ E ഈക്വൽ ടു 1/4πε0 ഇൻറ്റു 2QA നമുക്ക് അങ്ങനെ എഴുതാം. അതിനെ 2QA എന്ന് എഴുതാം. 4πε0 ഇൻറ്റു A² + R². 1 + 1/2 എന്ന് പറയുന്നത് 3/2 എന്നാണ്. അപ്പോൾ നമ്മളതിനെ ഇക്വേഷൻ നമ്പർ 11 ആയിട്ട് കൊടുക്കുന്നു. നമ്മുടെ ഇക്വേഷൻ ഈ രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. E ഈക്വൽ ടു 2AQ/4πε0 ഇൻറ്റു A² + R² ഹോൾ റേസ് ടു 3/2. ഇനി നമുക്കങ്ങനെ ഇതിനെങ്ങനെ മാറ്റി എഴുതാടാ. ഭയങ്കര ആറിനെ കമ്പയർ ചെയ്യുമ്പോൾ A ഭയങ്കര ചെറുതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യലതിനെ നെഗ്ലക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ E ഈക്വൽ ടു 2AQ/4πε0 R³ എന്ന് എഴുതിക്കൂടെ. അപ്പോൾ നമുക്ക് അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 12 എന്ന് കൊടുക്കുന്നു. ഇനി 2AQ എന്താ നമ്മുടെ ഡൈപോൾ മൊമെൻറ്റം P അല്ലേടാ. അപ്പോൾ E ഈക്വൽ ടു P/4πε0 R³ നമ്മൾ കൊടുക്കുന്നു. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 13 എഴുതുന്നു. തന്നെയാണ് നമ്മുടെ ഫൈനൽ ആൻസറും വരുന്നത്. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ഡിറൈവ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ആൻസർ കിട്ടിയിട്ടുള്ളത്. ഇത് എക്സാമിന് ഷുവറായിട്ടും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ വീഡിയോസ് വേണമെങ്കിൽ